രാത്രി ഇപ്പോൾ ഞാൻ ആ ക്രീമാണ് ഉപയോഗിക്കുന്നത്. ആ ക്രീം ഉപയോഗിക്കുമ്പോൾ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറുന്നുണ്ട്, പാടുകൾ മാറുന്നുണ്ട്, മുഖത്തിന് നല്ല ബ്രൈറ്റ്, നല്ല പോലെ വെളുക്കണമുണ്ട് കേട്ടോ. ഡെയിലി രാത്രി ഉപയോഗിച്ച് കിടക്കുക, രാവിലെ കഴുകി കളയാവൂ. അത് ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്നോട് മുഖത്തിന് വേണ്ടി എന്ത് ചെയ്തു പ്രത്യേകിച്ച്, അതുപോലെ തന്നെ ഹെയറിന് വേണ്ടി എന്താ ചെയ്ത്, ഹെയറിൻ്റെ ആ ഒരു എന്താ പറയുക മണ്ട ശരിക്കും ക്ലിയറായി കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു തിക്നെസ് തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് എന്താ ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കെയർ ഞാനിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാനും, അതുപോലെ തന്നെ ഹെയർ ഞാൻ മുടി ഇങ്ങനെ ഊരിയിട്ട് അങ്ങനെ നമ്മൾ തുമ്പ് വലിച്ചങ്ങനെ തുമ്പ് വരണ പോലെ മുടി ഇങ്ങനെ കൊഴിയായിരുന്നു, അടിച്ചു വാരുമ്പോഴും തുടയ്ക്കുമ്പോഴും ഒക്കെ മുടിയായിരുന്നു, ബാത്റൂമിലൊക്കെ മുടിയായിരുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഞാൻ എന്താ ചെയ്ത്, പുതിയ ബേബി ഹെയറുകൾ വരുന്നുണ്ട്, അതിന് വേണ്ടി എന്താ ചെയ്ത്, അതുകൊണ്ടാണ് നമുക്ക് ആ മണ്ട കാണാതെ ഒരു തിക്നെസ് പോലെ തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു, എൻ്റെ ഹെയർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് എങ്ങനെ സ്കിൻ കെയർ ചെയ്താലും ഹെയർ കെയർ ചെയ്താലും എനിക്ക് എങ്ങനെയാണോ റിസൾട്ട് കിട്ടുന്നത് അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാനൊരു ക്രീം ഉണ്ടാക്കി തേക്കുന്നുണ്ട്. രാത്രി കിടക്കുമ്പോഴാണ് അത് തേക്കണത്. കുറേ ആയി അത് തേക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ചെയ്യണത് ഹെയറിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാലും ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കി തലയിൽ തേക്കുന്നുണ്ട്. അതും എനിക്കിപ്പോൾ നല്ലൊരു ഉപകാരമാണ്. പക്ഷേ ഇപ്പോൾ തണുപ്പായപ്പോൾ എനിക്ക് ജലദോഷമായി, സ്ഥിരമായി തേക്കാൻ പറ്റുന്നില്ല. അത് ഇത്തിരി തണുപ്പുള്ളതാണ്, പക്ഷേ നമുക്ക് ഹെയറിന് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. മുടി കൊഴിച്ചിൽ നിൽക്കുന്നുണ്ട്. ഒരു 10 ദിവസം 20 ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ നല്ല വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സ്കിന്നിൻ്റെ ഞാൻ പറഞ്ഞു തരാം. സ്കിൻ കെയർ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചതും ഞാൻ ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്ന ഓയിൽ മസാജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നവർക്ക് ഡെയിലി ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നരാടം ഒരു ഓയിൽ മസാജ്, ഏതെങ്കിലും ഒരു ഓയിൽ എടുത്ത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമോ, നിങ്ങൾക്കറിയോ പാൽപ്പാട നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ നെയ്യ് നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്കിൻ കെയർ ഓയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അത് എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ ഒരുപാട് എന്നെ സഹായിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആയുർവേദ കൂട്ടുകൾ ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കണത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ ഓൾറെഡി ഇതിലിട്ടുണ്ട്. ഇപ്പം ഞാൻ അതുപോലെയല്ല, അതിനേക്കാളും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഞാൻ അത് ഉപയോഗിച്ച് വരണത്. കുറച്ച് ഉണ്ടാക്കി അത് ഉപയോഗിച്ച് വരികയാണ്. നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഞാൻ എന്തായാലും അതൊരു വട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്കിൻ കെയർ ഓയിൽ വെച്ച് നിങ്ങൾ സ്കിൻ ഒരു മസാജ് കൊടുക്കുമ്പോൾ സ്കിൻ ഒന്ന് ടൈറ്റ് ആവും, ഫൈലൻസ് റിങ്കിൾസ് ഇതൊന്നും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമുക്ക് മുഖത്ത് വരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു വന്ന പാടുകളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കവും വെളുപ്പും ഒക്കെ തോന്നും. പിന്നെ ഞാൻ അത് കടലമാവ് തേച്ചോ, ഞാനിവിടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഞാൻ വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം തോന്നാൻ സഹായിക്കുന്നതാണ്. ആ ഒരു ഫേസ് വാഷ് പൗഡർ നിങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് നിങ്ങൾ വെറുതെ വെള്ളത്തിലിട്ട് മുഖത്തൊരു നല്ലൊരു മസാജ് കൊടുക്കുക. ഓയിൽ മസാജ് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടിയും ചെയ്യുക. നല്ലൊരു ഓയിൽ മസാജ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് കഴുകി കളയുക. അതിന് ശേഷം നിങ്ങൾ കുളിക്കണതിൻ്റെ 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി. അതിന് ശേഷം വന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടോണറാണ് ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് വാങ്ങിയ ടോണറോ വീട്ടിലുണ്ടാക്കിയ ടോണറോ ഉപയോഗിക്കണവരാണെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. സിറം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം സിറം ഉപയോഗിക്കുക. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തീർച്ചയായും നിങ്ങൾ തേക്കണം രാവിലെ. അതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഞാൻ രാവിലെ കഴിക്കാനുള്ള ഒരു ജ്യൂസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. കുടിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. നമ്മളിത് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. പഞ്ചസാര എന്നല്ല, മധുരം കുറേ ദിവസത്തേക്ക് പാടെ ഉപേക്ഷിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. കാരണം വെള്ളം കുടിക്കണതൊന്നും അത്ര വലിയ കാര്യമില്ല. വെള്ളം ദാഹിക്കില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ മധുരം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമുക്ക് ആവണ പോലെ ഡ്രൈ ഫ്രൂട്ട്സ്, സലാഡ് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുക. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഈ സൺസ്ക്രീൻ അതിന് ഒരു മടിയും വിചാരിക്കരുത്. ഇത്രയും നമ്മൾ രാവിലെ നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യണം. ഓക്കെ. പിന്നെ നമുക്ക് രാത്രിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് മുഖം നല്ലപോലെ കഴുകുകയല്ല, ഡെയിലി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാക്ക് ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്.
അപ്പോൾ രാത്രി ആ പാക്ക് ഇട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴുകിക്കളയില്ലേ, കഴുകി പറഞ്ഞാൽ ഞാൻ വിറ്റാമിൻ സി സിറം വാങ്ങിയത് ഞാൻ ഓൾറെഡി നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ടോണർ ഉപയോഗിച്ച് വിറ്റാമിൻ സി സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്രീമാണ് ഉപയോഗിക്കുന്നത് രാത്രിയിൽ. അത് രാത്രി ഉപയോഗിച്ച് കിടക്കണം. അത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും പാടുകൾ മാറാനും മുഖം വെളുക്കാനും സഹായിക്കണം. നല്ലൊരു ക്രീമാണ്, പാക്കല്ല ക്രീമാണത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. വീട്ടിലുണ്ടാക്കണോണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. അത് ഡെയിലി രാത്രി മുഖത്ത് തേക്കുക. എന്നിട്ട് രാവിലെ കഴുകിക്കളയാവൂ. പിന്നെ പിറ്റേ ദിവസം നമ്മളിതുപോലെ ചെയ്യുക. പാക്കുകൾ ഡെയിലി ഇടാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്നരാടെങ്കിലും നിങ്ങൾ പാക്കുകൾ ഉപയോഗിക്കുക. ഹെയറിന് വേണ്ടി ഞാനിപ്പോൾ കുറേ ആയിട്ട് ചെയ്യണ കാര്യം, നമ്മുടെ കാസ്റ്റർ ഓയിലില്ലേ, കാസ്റ്റർ ഓയിൽ കുറച്ചെടുക്കുക. ഒരു സ്പൂണോ 2 സ്പൂണോ എത്ര എടുക്കണമെന്ന് വെച്ചാൽ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഉള്ളിനീരില്ലേ, ഞാൻ ഇവിടെ സവാള ഉപയോഗിക്കണം കേട്ടോ. ചെറിയ ഉള്ളിയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഇവിടെ സവാള കിട്ടുക കാരണം സവാളയും നമ്മൾ അതിൻ്റെ സമം നമ്മൾ എടുക്കും. ഒപ്പാണ് ഞാൻ എടുക്കുന്നത്. എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ 2 ദിവസം ഞാൻ അതാണ് നമ്മളിങ്ങനെ ഒരു കോട്ടനോ അല്ലെങ്കിൽ കോട്ടനാ ഏറ്റവും നല്ലത്, കോട്ടനയിൽ മുക്കുക. നമ്മളിങ്ങനെ എല്ലോടി ഇങ്ങനെ ഒപ്പി ഇങ്ങനെ ഓരോ വക എടുത്ത് എല്ലോടി നമ്മൾ അത് തേച്ച് നല്ലപോലെ മുടി മുമ്പിലേക്ക് ഇങ്ങനെ ചോട്ടിക്ക് കുടഞ്ഞിട്ട് കുനിഞ്ഞ് നിന്ന് നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഷാമ്പൂ ഇട്ട് കഴുകിക്കളയുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിക്കുക. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ കുറച്ചെടുക്കും. പിന്നെ നമ്മുടെ ഒരു സ്പൂണ് ഓയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ എടുക്കുകയെന്ന് വെച്ചാൽ 1/2 സ്പൂണ് കാസ്റ്റർ ഓയിൽ അതിലേക്ക് ഒഴിക്കും. പിന്നെ ഞാൻ വീട്ടിലുള്ള അലോവേര ജെല്ലില്ലേ, അത് മിക്സിയിൽ നല്ലപോലെ അടിച്ച് അതും ഇതിലേക്ക് ഒരു 2 സ്പൂൺ ഒഴിക്കും. എന്നിട്ട് ഇത് 3ഉം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതും തലയിൽ തേച്ച്, തണുപ്പാണ് കേട്ടോ, 10 മിനിറ്റോ 20 മിനിറ്റോ, എനിക്ക് നല്ല കോൾഡായി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് 10 മിനിറ്റ് മതി. നമ്മുടെ സ്കാൽപ്പിലേക്കാണ് നമ്മളിത് ചെയ്യണത്. അത് നല്ലപോലെ വലിച്ചെടുത്ത് നമുക്കത് പുതിയ ഹെയറുകൾ വരാനും താരൻ മാറാനാണെച്ചാലും നമ്മുടെ മുടിയിൽ പുതിയ ബേബി ഹെയറുകൾ വരാനാണെച്ചാലും മുടി കൊഴിച്ചിലെല്ലാം നിന്ന് നല്ല പോലെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയും ചെയ്യാം. പിന്നെ കരിഞ്ജീരകം എടുക്കുക. കരിഞ്ജീരകം നിങ്ങൾക്ക് വെറുതെ തിളപ്പിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിനെ 1/2 ഗ്ലാസ് ആക്കി അത് നമ്മൾ ഡെയിലി തലയിൽ സ്പ്രേ ചെയ്യുക. കുളി കഴിഞ്ഞതിന് ശേഷം, കുളിക്കണതിന് മുമ്പല്ല, കുളി കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്യുക. ഡെയിലി സ്പ്രേ ചെയ്തു ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സ്കിന്നും ഹെയറും നല്ലപോലെ ആയിക്കോളും. നമ്മൾ നോക്കുമ്പോൾ മാതിരിയാണ് നമ്മുടെ സ്കിന്നും ഹെയറും നമുക്ക് റിസൾട്ട് വരിക. അപ്പോൾ എനിക്കിപ്പം കുറച്ചായിട്ട് ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരണത്. നിങ്ങളിത് നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും. ഈ ക്രീം ഞാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നാളെയോ മറ്റന്നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ക്രീമും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും പാടുകൾ മാറാനും മുഖം വെളുക്കാനും സഹായിക്കുന്ന ക്രീമാണ്. ആ ക്രീം ഞാൻ എന്തായാലും നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്രീമും ഉപയോഗിക്കാം. ഇത്രയും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ക്രീം ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ആർക്കും ഇതില്ല എന്നുള്ള പ്രോബ്ലം വരില്ല. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റായി ഇരിക്കുകയും ചെയ്യും. നമ്മുടെ പിഗ്മെൻറ്റേഷനും പാടുകളും മാറുകയും ചെയ്യും. അപ്പോൾ അതിന് പറ്റിയ ആ ഒരു ക്രീം നല്ല അടിപൊളി ക്രീമാണ്. അത് നമുക്ക് നാളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുക. അപ്പോഴല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവും. എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കൂടി റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ അത് തീർച്ചയായും നിങ്ങളെനിക്കൊന്ന് കമൻറ്റ് വഴി അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ചാൽ എൻ്റെ പേര് ദീപ എന്നാട്ടോ. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം കമൻറ്റ് വഴി തീർച്ചയായും അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.